പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ തേർഡ് ലെസൺ ദ സീഡ്ലിംഗ്, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ലാംഗ്വേജ് ആക്ടിവിറ്റീസ്, ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. വീഡിയോ കണ്ടന്റ്സ്: പാരഗ്രാഫ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് മോട്ടിവേഷൻ, comparative study of the poems It Couldn't Be Done and The Seedling, phrasal verbs, subordinating conjunctions and subordinate clauses, third conditionals or the impossible conditional sentences, expressions for seeking information and expressions for explaining or convincing. Completing the given picture story with these expressions, survey questionnaire and survey report and seminar report. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ വീഡിയോ അല്പം ലെങ്തി ആയേക്കാം. എന്നിരുന്നാലും വീഡിയോ പൂർണ്ണമായും കാണുന്നത് വരും എക്സാമുകളിൽ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമുക്ക് ആദ്യ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 4 given on textbook page 64. The unit highlights the need for social entrepreneurship and the readiness to turn challenges into opportunities to solve social problems. Second unit, Path to Progress. ഈ യൂണിറ്റ് എടുത്തു കാണിക്കുന്നത് സാമൂഹികമായ സംരംഭങ്ങളുടെ ആവശ്യകത, അതോടൊപ്പം തന്നെ ജീവിതത്തിലെ വെല്ലുവിളികളെ അവസരങ്ങളായി മാറ്റാൻ നാം സന്നദ്ധരായിരിക്കുക, അതുവഴി സോഷ്യൽ പ്രോബ്ലംസ്, സാമൂഹികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതിൻ്റെയൊക്കെ പ്രാധാന്യമാണ് ഈ യൂണിറ്റ് എടുത്തു കാണിക്കുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ പാസേജസ് ആൻഡ് ദ പോയം, ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ലെസൺസ് ആൻഡ് ദ പോയം, കവിത, ഇതൊക്കെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് മോട്ടിവേഷൻ ഫോർ സക്സസ് ഇൻ ലൈഫ്. നമുക്ക് ഓരോരുത്തർക്കും സെൽഫായി, സ്വയമായി ഉണ്ടാകേണ്ട ഒരു പ്രചോദനമുണ്ട്, ആന്തരികമായ ഒരു ഉൾപ്രേരണ. ജീവിതത്തിൽ വിജയിക്കാൻ സെൽഫ് മോട്ടിവേഷൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു പാരഗ്രാഫ് എഴുതുക. ഇതാണ് ആദ്യ ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ പാരഗ്രാഫ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സെൽഫ് മോട്ടിവേഷൻ ഈസ് ദ കീ ടു അച്ചീവിംഗ് സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെൽഫ് മോട്ടിവേഷൻ. ദ യൂണിറ്റ് പാത്ത് ടു പ്രോഗ്രസ് ടീച്ചസ് us that challenges are a part of life, but we must not give up. ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളും. വെല്ലുവിളികളെ ധീരമായി നേരിടുക, അവയ്ക്ക് മുമ്പിൽ കീഴടങ്ങാതിരിക്കുക, നമ്മുടെ ശ്രമങ്ങൾ, നമ്മുടെ ലക്ഷ്യം ഉപേക്ഷിക്കാതിരിക്കുക എന്നാണ് പാത്ത് ടു പ്രോഗ്രസ് എന്ന ഈ യൂണിറ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. പീപ്പിൾ ലൈക്ക് ശ്രീകാന്ത് ബൊല്ല, ഹു വാസ് ബ്ലൈൻഡ് ബൈ ബർത്ത്, പ്രൂവ്ഡ് ദാറ്റ് ഡിസബിലിറ്റീസ് കനോട്ട് സ്റ്റോപ്പ് എ ഡിറ്റർമിൻഡ് പേഴ്സൺ. ജന്മന അന്ധനായുള്ള ശ്രീകാന്ത് ബൊല്ല ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നത് ഡിസബിലിറ്റീസ്, നമ്മുടെ പോരായ്മകൾ, വൈകല്യങ്ങൾ ഒരിക്കലും തന്നെ ഒരു ഡിറ്റർമിൻഡ് പേഴ്സൺ, മനക്കരുത്തുള്ള, അധ്വാനിക്കാനും ജീവിത വിജയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനും തീരുമാനിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ ശാരീരികമായ ഡിസബിലിറ്റീസ് തടസ്സമാകില്ല എന്നാണ്. ഹി എസ്റ്റാബ്ലിഷ്ഡ് ബൊലാൻ ഇൻഡസ്ട്രീസ് വിച്ച് സെർവ്സ് ആസ് എ സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ്. അന്ധനായി ജനിച്ച ശ്രീകാന്ത് ബൊല്ല ബൊലാൻ ഇൻഡസ്ട്രീസ് എന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തെ പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള വൈകല്യങ്ങൾ നേരിടുന്ന ആളുകൾക്കൊരു സപ്പോർട്ട് സിസ്റ്റമായി ആ ഇൻഡസ്ട്രി മാറുകയും ചെയ്തു. ഹിസ് സക്സസ് ആസ് ആൻ ഓൺടർപ്രണർ ഷോസ് ദ പവർ ഓഫ് സെൽഫ് ബിലീഫ് ആൻഡ് എ സെൻസ് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഒരു സംരംഭകൻ, ഒരു ഓൺടർപ്രണർ എന്ന നിലയിൽ ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിത വിജയം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെൽഫ് ബിലീഫ്, ആത്മവിശ്വാസത്തെയാണ്. അതോടൊപ്പം തന്നെ സെൻസ് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ ആ ഒരു ബോധവും അതിൻ്റെ ശക്തിയുമൊക്കെയാണ് ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിത വിജയം കാണിക്കുന്നത്. സിമിലർലി, ഇൻ എ ഫീനിക്സ് റൈസിംഗ് ബൈ ബ്ലൂ കാവർത്ത്, സെൽഫ് മോട്ടിവേറ്റർ ടു ഹെൽപ്പ് വില്ലേജ് വുമൻ ലീഡ് എ ഹൈജീനിക് ലൈഫ്. അതുപോലെ തന്നെയാണ് യൂണിറ്റിലെ മറ്റൊരു ലെസണായ എ ഫീനിക്സ് റൈസിംഗ് എന്ന സ്റ്റോറിയിലൂടെ ബബ്ലു കേവത്തിന്റെ ജീവിതവും കാണിക്കുന്നത്.
അദ്ദേഹവും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നു. ഗ്രാമീണ സ്ത്രീകൾക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ അവരെ സഹായിക്കണം എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ ബബ്ലു കേവത്ത് എത്തുന്നത് സെൽഫ് മോട്ടിവേഷനിലൂടെയാണ്. He went ahead with his project of producing affordable sanitary pads. ഒട്ടനവധി വെല്ലുവിളികളും എതിർപ്പുകളും നേരിട്ടെങ്കിലും ഗ്രാമത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് സാനിറ്ററി പാഡ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യമാക്കുക എന്ന തൻ്റെ പ്രോജക്റ്റുമായി അദ്ദേഹം മുന്നോട്ട് പോയി. ഒരിക്കലും വെല്ലുവിളികൾക്ക് മുമ്പിൽ അദ്ദേഹം ഗിവ് അപ്പ് ഓർ ഗിവ് ഇൻ ചെയ്തില്ല. His experiments were considered taboo by society, and he was even isolated by his wife and mother. ബബ്ലു കേവത്തിന്റെ പരീക്ഷണങ്ങളെല്ലാം തന്നെ സാമൂഹികമായി ഒരു ടെബു, നിഷിദ്ധമാക്കപ്പെട്ട കാര്യമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അരുണാചലം മുരുകാനന്ദംസ് ലൈഫ് പോർട്രേറ്റ് ത്രൂ ബബ്ലു കേവത്ത്. ബബ്ലു കേവത്ത് എന്ന കഥാപാത്രത്തിലൂടെ യഥാർത്ഥത്തിൽ അരുണാചലം മുരുകാനന്ദം എന്ന വ്യക്തിയുടെ ജീവിതമാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അരുണാചലത്തിൻ്റെ ജീവിതം teaches us that if we are self-motivated and brave, we can solve big social problems. നാം സെൽഫ് മോട്ടിവേറ്റഡ്, ആത്മവിശ്വാസമുള്ള, സ്വയം പ്രേരണയുള്ള വ്യക്തികളാണെങ്കിൽ, ആൻഡ് ബ്രേവ്, ചാലഞ്ചസ് നേരിടാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ, we can solve big social problems. വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്കാകുമെന്നാണ് അരുണാചലത്തിൻ്റെ ജീവിതം തെളിയിക്കുന്നത്. The poem The Seedling shows us that struggles can make us stronger if we are determined to face challenges. ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ നാം തയ്യാറാവുകയാണെങ്കിൽ അത്തരം വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, സ്ട്രഗിൾസ് എല്ലാം തന്നെ നമ്മെ ശക്തരാക്കും. ഇർറെസ്പെക്റ്റീവ് ഓഫ് ഫിസിക്കൽ സ്ട്രെങ്ത്, നമ്മുടെ ശാരീരികമായ അവശതകൾ അല്ലെങ്കിൽ ശക്തിയില്ലായ്മ, ഇതിനൊക്കെ അപ്പുറം ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ വെല്ലുവിളികൾ, പ്രയാസങ്ങൾ തീർച്ചയായും നമ്മെ ശക്തരാക്കും. വി മസ്റ്റ് ബിലീവ് ഇൻ അവർസെൽവ്സ്. നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസമുണ്ടാകണം. അതിനനുസൃതമായി വർക്ക് ഹാർഡ് ആൻഡ് കീപ് ഗോയിങ്, കഠിനമായി അധ്വാനിക്കുകയും അധ്വാനം തുടരുകയും ചെയ്യണം. ഈവൻ വെൻ ദ ജേർണി ഈസ് ടഫ്, ആ ജീവിതയാത്ര അല്പം പ്രയാസകരമാണെങ്കിൽ പോലും ഉപേക്ഷ വരുത്തരുത്, ഉപേക്ഷിക്കരുത്. The stories of the people and the seedling introduced in the unit teach us that success comes to those who have the confidence to dream big and step into action. ഈ യൂണിറ്റിലെ ലെസൺസിൽ ഉൾപ്പെടുന്ന ജീവിതത്തിൽ വിജയം വരിച്ച വ്യക്തികളും അതോടൊപ്പം തന്നെ ഒരു പ്രതീകമായ സീഡ്ലിങ്ങും എല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ വിജയം നേടുന്നത് ആത്മവിശ്വാസമുള്ളവരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നവർക്കും ആ സ്വപ്നങ്ങൾക്കനുസൃതമായി പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറുള്ളവരുമാണ് ജീവിതത്തിൽ വിജയം നേടുക എന്ന യാഥാർത്ഥ്യമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് ലിസൺ ആൻഡ് എൻജോയ്. Now your teacher will play the audio of the poem It Couldn't Be Done by Edgar A. Guest. Listen to the poem, compare its theme with that of The Seedling. Try to relate these poems to the lives of Shrikant Balla and Arunachalam Muruganandam. Now present your findings in groups. ഈ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് എഡ്ഗർ എ ഗസ്റ്റ് എന്ന പോയറ്റിൻ്റെ മനോഹരമായ ഒരു കവിതയാണ് ഇറ്റ് കുഡ്ന്റ് ബി ഡൺ. അതിൻ്റെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കവിത വായിക്കുക. എന്നിട്ട് ഈ കവിതയുടെ തീം കമ്പയർ ചെയ്യുക ടു ദാറ്റ് ഓഫ് ദ സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന കവിതയുടെ ആശയവുമായിട്ട്. വിദ്യാർത്ഥികൾക്ക് ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാകും രണ്ട് കവിതകളുടെയും ആശയം ഏകദേശം ഒന്ന് തന്നെയാണ്. ഈ കവിത ആശയങ്ങൾ ശ്രീകാന്ത് ബൊല്ലയുടെയും അരുണാചലം മുരുകാനന്ദത്തിൻ്റെയും ജീവിതവുമായി റിലേറ്റ് ചെയ്യുക. നമുക്ക് വളരെ വ്യക്തമായ ബന്ധങ്ങൾ ഈ കവിതയുടെ ആശയങ്ങളും ഇവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫൈൻഡിങ്സ്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഗ്രൂപ്പായി നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക ക്ലാസ്സിൽ. ഇതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇറ്റ് കുഡ്ന്റ് ബി ഡൺ എന്ന കവിതയുടെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സിമ്പിൾ ലൈൻസ് ആണ്. സ്വയം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ ഈ കവിത ആശയങ്ങളുടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു റൈറ്റപ്പ് പോലെ എഴുതിയിരിക്കുന്ന ഈ കമ്പാരിറ്റീവ് സ്റ്റഡി അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകിയിരിക്കുന്നു. ബിലീവ്, ആക്ട്
അച്ചീവ്. ആദ്യം സെൽഫ് ബിലീഫ്, നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. ദെൻ ആക്ട്, കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുക. അച്ചീവ്, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടുക. The poems It Couldn't Be Done by Edgar August and The Seedling by Paul Laurence Dunbar both teach us that success comes through struggle, courage, hard work and belief in oneself. ഈ രണ്ട് കവിതകളും നമ്മെ പഠിപ്പിക്കുന്നത് ജീവിത വിജയം വരുന്നത് അധ്വാനത്തിലൂടെയും പോരാട്ടങ്ങളിലൂടെയും സെൽഫ് ബിലീഫ് ഓർ ബിലീഫ് ഇൻ വൺ സെൽഫ്, നമുക്ക് നമ്മിലുള്ള വിശ്വാസങ്ങളിലൂടെയും ഒക്കെയാണ്. നമ്മുടെ കഴിവുകളിൽ നാം വിശ്വസിക്കണം. In It Couldn't Be Done, the man faces people's doubts but refuses to give up. It Couldn't Be Done എന്ന കവിതയിലെ സ്പീക്കർ അദ്ദേഹത്തെ സമൂഹം, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ളവർ സംശയിക്കുന്നു. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിതത്തിലും അതുതന്നെയായിരുന്നു. പലരും അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ശ്രീകാന്ത് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ കവിതയിലെ സ്പീക്കറും അദ്ദേഹം മറ്റുള്ളവരുടെ സംശയങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ അതിനൊന്നും കാതോർക്കാതെ അദ്ദേഹത്തിൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. ഹി റെഫ്യൂസസ് ടു ഗിവ് അപ്പ്. ശ്രമങ്ങൾ ഉപേക്ഷിച്ചില്ല. അദ്ദേഹം തൻ്റെ ധീരമായ അധ്വാനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഹി ടാക്കിൾസ് ദ ചാലഞ്ച് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ഫൈനലി സക്സീഡ്സ്. എല്ലാ വെല്ലുവിളികളെയും അദ്ദേഹം ധീരമായി നേരിട്ട് അവസാനം വിജയിക്കുന്നു. സിമിലർലി, ഇതേപോലെ തന്നെയാണ് ദ സീഡ്ലിംഗ് ഡെപിക്ട്സ് എ ടൈനി ആൻഡ് ക്വയറ്റ് സീഡ്ലിംഗ് ദാറ്റ് ഫീൽസ് വീക്ക് ബട്ട് സ്റ്റിൽ ട്രൈ ഇറ്റ്സ് ബെസ്റ്റ്. സീഡ്ലിംഗ് എന്ന കവിതയിലും ഒരു ശാന്തമായ ഒരു കൊച്ചു സീഡ്ലിങ്ങിനെയാണ് ചിത്രീകരിക്കുന്നത്. അത് സ്വയം വീക്കാണെന്ന് കരുതുന്നു, എന്നാൽ അതിൻ്റെ പരമാവധി അത് ശ്രമം നടത്തുകയും ചെയ്യുന്നു. Despite struggles, it grows into a plant blooming with a beautiful flower. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതെല്ലാം നേരിട്ടുകൊണ്ട് അവസാനം ലക്ഷ്യമാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ വിടരുന്ന കാഴ്ചയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യുന്നു, അത് വളരുന്നു. The lives of Srikanth Bolla and Arunachalam Muruganandam perfectly reflect these ideas. ഈ രണ്ട് കവിതകളുടെയും ആശയങ്ങൾ പ്രതിഫലിക്കുന്നതാണ് ശ്രീകാന്ത് ബൊല്ലയുടെയും അരുണാചലത്തിൻ്റെയും ഒക്കെ ജീവിതം. ശ്രീകാന്ത്, though blind, did not listen to those who doubted him. അന്ധനായിരുന്നിട്ടും ശ്രീകാന്ത് മറ്റുള്ളവരുടെ അദ്ദേഹത്തിൻ്റെ കഴിവിലുണ്ടായിരുന്ന സംശയങ്ങളെ ചെവിക്കൊണ്ടതേയില്ല. He said in his speech, ശ്രീകാന്ത് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, The world may look at me and say, ലോകം എന്നെ നോക്കി പറഞ്ഞേക്കാം, ശ്രീകാന്ത്, you can do nothing, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. But I look at the world and say, എന്നാൽ അതേ ലോകത്തെ നോക്കി ഞാൻ അങ്ങോട്ട് പറയും, I can do many things, എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന്. ശ്രീകാന്ത് showed the world that he could do many things. അങ്ങനെ പറയുക മാത്രമല്ല, ശ്രീകാന്ത് ജീവിതം കൊണ്ട് ലോകത്തെ കാണിച്ച് കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയുമെന്ന്. ബിക്കമിങ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ, വളരെ വിജയിച്ച ഒരു സംരംഭകനായി മാറിക്കൊണ്ടാണ് അദ്ദേഹം ആ വെല്ലുവിളികളെ നേരിട്ട് ലോകത്തിന് തൻ്റെ പ്രോമിസ് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചത്. The speaker in the poem It Couldn't Be Done faced similar statements of negativity. ശ്രീകാന്ത് ബൊല്ലയെ പോലെ തന്നെ സമൂഹത്തിൽ നിന്നും സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നെഗറ്റിവിറ്റി, നെഗറ്റീവായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു ഇറ്റ് കുഡൻറ്റ് ബി ഡൺ എന്ന കവിതയിലെ സ്പീക്കറും കേട്ടത്. ബട്ട് ഹി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്, എന്നാൽ അദ്ദേഹം സ്വയം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻഡ് സക്സീഡഡ് ഇൻ ഡൂയിങ് വാട്ട് കുഡൻറ്റ് ബി ഡൺ. സമൂഹം അദ്ദേഹത്തോട് നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തു. മുരുകാനന്ദം, ലൈക്ക് ദ സീഡ്ലിംഗ്, ഫേസ്ഡ് ഹാർഡ്ഷിപ്സ് ആൻഡ് റിഡിക്യൂൾ ബട്ട് ഡിഡ് നോട്ട് ഗിവ് അപ്പ്. മുരുകാനന്ദനും തൻ്റെ ജീവിതത്തിൽ സാനിറ്ററി പാഡ്സ് അതിൻ്റെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും പരിഹാസങ്ങളും നേരിട്ടു. എന്നാൽ അദ്ദേഹവും ശ്രമങ്ങളൊന്നും തന്നെ ഉപേക്ഷിച്ചില്ല. His simple idea of making affordable sanitary pads bloomed into a life-changing mission for rural women. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ സിമ്പിൾ ഐഡിയ, വളരെ ലളിതമായ ഒരു ആശയമായിരുന്നു ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി അഫോർഡബിൾ ആയിട്ടുള്ള ചെലവ് കുറഞ്ഞ സാനിറ്ററി പാഡ്സ് നിർമ്മിക്കുക എന്നുള്ളത്. അത് അവസാനം ഒരു ലൈഫ് ചേഞ്ചിങ് മിഷനായി, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ഫോർ റൂറൽ വിമൻ, ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കുന്ന
ഒരു വിജയമായി മാറുകയും ചെയ്തു. Both poems remind us that determination and self-belief can help us overcome all challenges and succeed, just like Srikanth's Muruganandam, the speaker of the poem It Couldn't Be Done, and the Little Seedling. ഈ രണ്ട് കവിതകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊരു ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ, സെൽഫ് ബിലീഫ്, നമ്മിൽ തന്നെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് വിജയം നേടാൻ സാധിക്കുമെന്നാണ്. ശ്രീകാന്തിനെ പോലെ, മുരുകാനന്ദെ പോലെ, ഇറ്റ് കുഡൻ ബി ഡൺ എന്ന കവിതയിലെ സ്പീക്കറെ പോലെ, ദ ലിറ്റിൽ സീഡ്ലിംഗ്, ദ സീഡ്ലിംഗ് എന്ന കവിതയിലെ ആ പ്രതീകമായ ലിറ്റിൽ സീഡ്ലിങ്ങിനെ പോലെ അധ്വാനിക്കുകയാണെങ്കിൽ, ശ്രമം ഉപേക്ഷിക്കാതെ ഡിറ്റർമിനേഷനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നാം ലക്ഷ്യത്തിലെത്തും. Next activity, let's play with words. Activity 1. Match the following words in column A with the meanings in column B. A and B എന്നിങ്ങനെ രണ്ട് കോളംസ് നൽകിയിട്ടുണ്ട്. A കോളത്തിൽ വേർഡ്സും അവയുടെ മീനിങ്സ് B കോളത്തിലും നൽകിയിരിക്കുന്നു. എന്നാൽ കൃത്യമായ ഓർഡറിലല്ല. വിദ്യാർത്ഥികൾ വേർഡ്സ് ശരിയാമിത് മനസ്സിലാക്കി അവയുടെ മീനിങ്സ് B കോളത്തിൽ നിന്നും മാച്ച് ചെയ്യുക. ആദ്യ വേർഡ് ഹ്യൂമിലിയേറ്റ്, പരിഹസിക്കുക. ഇവിടെ ബി കോളത്തിൽ നൽകിയിരിക്കുന്ന മീനിങ് ടു ഷെയിം സമൺ, ഒരാളെ കളിയാക്കുക, പരിഹസിക്കുക. ദെൻ എക്സോബിറ്റൻറ്റ് മീൻസ് എക്സ്പെൻസീവ്, വളരെ ചെലവ് കൂടിയ, ഒരുപാട് വില നൽകേണ്ടി വരുന്ന എന്നൊക്കെ അർത്ഥം. ദെൻ തേർഡ് വേർഡ് എഫോർഡബിൾ മീൻസ് ഇൻഎക്സ്പെൻസീവ്, ചെലവ് കുറഞ്ഞ, വിതിൻ വൺസ് സ്പെൻഡിങ് കപ്പാസിറ്റി, ഒരാൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള. ദെൻ നമ്പർ 4 Perseverance means the continued effort to achieve something, എന്തെങ്കിലും ഒന്ന് നേടാനുള്ള സ്ഥിരോത്സാഹം, സ്ഥിരമായ അധ്വാനം. Then procure, number 5. Procure means to get something with an effort, ഒരു പരിശ്രമത്തിലൂടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക. Then last and the 6th one, entrepreneur means one who starts an enterprise, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുന്ന വ്യക്തി, സംരംഭകൻ. Now activity B. Complete the following passage using the appropriate forms of words from the table above. ഇവിടെ നാം മനസ്സിലാക്കിയ ടേബിളിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ അനുയോജ്യമാം വിധം ഉപയോഗിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന പാസേജ് കംപ്ലീറ്റ് ചെയ്തെഴുതുക. ഇതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് പാസേജ് ഒന്ന് വായിക്കാം. Education should aim for solutions to the burning issues of society rather than prepare youth to beg for jobs. Today, the nation needs young entrepreneurs to create job opportunities and drive economic growth. With the cost of living rising to exorbitant levels, financial stability has become hard to attain. Everyone wants essential goods at affordable prices. The youngsters of today should show the courage to begin new enterprises to meet such social demands. Banks have eased the conditions for providing loans for ventures by the educated youths. However, entrepreneurs may still be humiliated by criticism and hostility from certain quarters. They would need foresight and perseverance to succeed. Young entrepreneurs should turn challenges into opportunities and achieve their goals. Now, activity 2. Read the sentences given below. It took me 2 years of trial and error to figure out it was pine wood pulp, not cotton. Pick out a phrase from the sentences which means to finally find a solution to or understand something. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഈ സെന്റൻസുകളൊന്ന് വായിക്കുക. അതിൽ അവസാനം പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി, അതല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് സംതിങ്, ചില കാര്യങ്ങൾ മനസ്സിലാക്കി എന്നർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വേർബ് ഈ സെന്റൻസിൽ നിന്നും കണ്ടെത്തുക. ഫിഗർ ഔട്ട് എന്നുള്ളതാണ് ആ ഫ്രേസൽ വേർബ്, വിച്ച് മീൻസ് ഫൈനലി ഫൈൻഡ് എ സൊല്യൂഷൻ, അവസാനം ഒരു പരിഹാരം കണ്ടെത്തുക. ഓർ അണ്ടർസ്റ്റാൻഡ് സംതിങ്, അതല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കുക. ഇനി റീഡ് ദ ഫോളോയിങ് പാസേജ്. ഇവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ധാരാളം ഫ്രേസൽ വേർബ്സ് ഉപയോഗിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ ഈ പാസേജ് വായിച്ച് ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഫ്രേസൽ വേർബ്സ് ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. സോർട്ട് ഔട്ട്,
make out, work out, set out, run out, turn out എന്നിങ്ങനെയാണ് phrasal verbs. The following phrasal verbs have been picked out from the passage. ഇവിടെ ഈ കോളത്തിൽ നൽകിയിരിക്കുന്ന phrasal verbs ആണ് ആ പാസേജിൽ നിന്നും നാം കണ്ടെത്തി എഴുതിയിരിക്കുന്നത്. Find the meanings of the phrasal verbs from the context or by referring to a dictionary. ഈ പാസേജിലെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയുടെ സഹായത്താൽ ഈ ഫ്രേസൽ വേർബുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നോട്ട്സ് ദ മീനിങ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. എന്നിട്ട് ഓരോ ഫ്രേസൽ വേർബിൻ്റെയും മീനിങ് ഇവിടെ നൽകിയിരിക്കുന്ന മീനിങ് എന്ന കോളത്തിലേക്ക് എഴുതുകയും ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്തിട്ടുണ്ട്. സോർട്ട് ഔട്ട് മീൻസ് ഐഡൻറ്റിഫൈ ആൻഡ് റിസോൾവ് എ പ്രോബ്ലം. ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണുക എന്നൊക്കെ അർത്ഥം. അതല്ലെങ്കിൽ വേർതിരിക്കുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. വർക്ക് ഔട്ട്, കാൽക്കുലേറ്റ്, ട്രൈ ഓർ പ്രാക്ടീസ് എറ്റ്സെട്ര. ഒരു സംഖ്യകൾ തമ്മിൽ പരസ്പരം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വർക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയും. അതുപോലെ തന്നെ ശാരീരികമായ അധ്വാനം എക്സസൈസ് ചെയ്യുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും വർക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രൈ ഓർ പ്രാക്ടീസ്, ഒരു ശ്രമം നടത്തുക, പ്രയോഗവൽക്കരിക്കുക എന്നൊക്കെ അർത്ഥം. ദെൻ മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക. റൺ ഔട്ട്, ഒട്ടനവധി അർത്ഥം റൺ ഔട്ട് എന്ന ഫ്രേസൽ വേർബിനുണ്ട്. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു മീനിങ് ആണ് യൂസ് ഓൾ ഓഫ് സംതിങ്. ഒരു വസ്തുവിനെ ഉപയോഗിച്ച് തീർക്കുക, അത് തീർന്നു പോകുന്ന ഒരവസ്ഥയിലെത്തുക. ദെൻ ടേൺ ഔട്ട്, ടു ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ. ഒരു പ്രത്യേക രീതിയിൽ സംഭവിക്കുക, ആയിത്തീരുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന, അവസാനം അത് അങ്ങനെയായി തീർന്നു, അതല്ലെങ്കിൽ ആ രൂപത്തിലേക്കത് ആയി മാറി, സംഭവിച്ചു എന്നൊക്കെ അർത്ഥം. സംഭവിക്കുക. സെറ്റ് ഔട്ട്, ടു സ്റ്റാർട്ട് അൻ ആക്ടിവിറ്റി. ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുക. ഓർ ബിഗിൻ എ ജേർണി, ഒരു യാത്രക്ക് തുടക്കം കുറിക്കുക എന്നൊക്കെ അർത്ഥം. ഇറങ്ങി പുറപ്പെടുക എന്ന് മലയാളത്തിൽ പറയുന്ന. Now, let's read about Noorang, a tribal initiative from Wayanad. വയനാട്ടിൽ നിന്നുള്ള ഒരു ട്രൈബൽ ഇനിഷ്യേറ്റീവ്, ഗോത്രവർഗത്തിന്റെ ഒരു സംരംഭം നൂറങ് എന്ന പേരിൽ നേരത്തെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകളായി വന്നതാണ്. അതിനെക്കുറിച്ച് ഒരു പാസേജ് ഇവിടെ നൽകിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ പാസേജ് കംപ്ലീറ്റ് ചെയ്യുക. Fill in the blanks with appropriate forms of the phrasal verbs given in brackets. ഇവിടെ ബ്രാക്കറ്റ്സിൽ നൽകിയിരിക്കുന്ന വർക്ക് ഔട്ട്, മേക്ക് ഔട്ട്, റൺ ഔട്ട്, ടേൺ ഔട്ട്, സെറ്റ് ഔട്ട്, ഫിഗർ ഔട്ട് ഇത്തരം ഫ്രേസൽ വേർബുകൾ അനുയോജ്യമാം വിധം ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിത്ത് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വേർബ്സ്. ചിലയിടത്തൊക്കെ ഫ്രേസൽ വേർബുകളുടെ രൂപമാറ്റം അഥവാ ടെൻസ് മാറ്റം ആവശ്യമാണ്. അനുയോജ്യമാം വിധം എഴുതുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ എഴുതി നൽകിയിട്ടുണ്ട്. ഈ പാസേജ് അവർ വായിച്ച് ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സെറ്റ് ഔട്ട്, ഓൺ എ മിഷൻ, ഒരു ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് ആദ്യ ഫ്രേസൽ വേർബ്. ദെൻ ദേ കുഡ് മേക്ക് ഔട്ട്, അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ദെൻ സക്സസ്ഫുള്ളി വർക്ക്ഡ് ഔട്ട് എ പ്ലാൻ, ഒരു പദ്ധതി നടപ്പിലാക്കി, പ്രാവർത്തികമാക്കി. ദെൻ ദി ഇനീഷ്യേറ്റീവ് ടേൺഡ് ഔട്ട് ടു ബി എ ഗ്രേറ്റ് സക്സസ്, ആ തുടക്കം വലിയൊരു വിജയമായി പരിണമിച്ചു. ടേൺഡ് ഔട്ട്, ആയി മാറി, ഒരു വൻ വിജയമായി മാറി. ടേൺഡ് ഔട്ട്, ഹാപ്പൻ ടു ബി എന്നർത്ഥം. ദെൻ ടു ഫിഗർ ഔട്ട് ദ വൈറ്റൽ ആസ്പെക്ട് ഓഫ് ദെയർ ഹെറിറ്റേജ്. ടു ഫിഗർ ഔട്ട്, ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് എന്നുള്ള മീനിങ്ങിൽ അവർക്ക് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ന അർത്ഥത്തിലാണ് ഫിഗർ ഔട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Now, let's analyze activity 1. Examine the following sentences. ഇവിടെ നൽകിയിരിക്കുന്ന ഈ 3 സെന്റൻസുകൾ പരിശോധിക്കുക. Sentence 1. I dropped out of school at the age of 14 because my father passed away unexpectedly. ഞാൻ 14 വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ചു, കാരണം എൻ്റെ ഫാദർ തികച്ചും അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. ഇവിടെ ഈ സെന്റൻസിൽ പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഒരു കാരണവും ആ കാരണത്താൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഓർ ഇഫക്റ്റ്, അതിൻ്റെ ഫലവും എന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് ദി ഏജ് ഓഫ് 14. 14 വയസ്സിൽ സ്കൂൾ പഠനം ഞാൻ ഉപേക്ഷിച്ചു. ഇതാണ് ഇഫക്റ്റ്. ഇത് സംഭവിക്കാനുള്ള കാരണമാണ് ബിക്കോസ് മൈ ഫാദർ പാസ്ഡ് അവേ അൺഎക്സ്പെക്റ്റഡ്ലി. ഇനി 2ാം സെന്റൻസ് പരിശോധിക്കുക. സിൻസ് മൈ മദർ സ്ട്രഗിൾ ടു മേക്ക് ആൻഡ്സ് മീറ്റ് ഐ ഹാഡ് ടു വർക്ക് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. എൻ്റെ അമ്മക്ക്
ജീവിത ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ടി വന്നതിനാൽ എനിക്കൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകേണ്ടി വന്നു. സിൻസ് എന്നുള്ള വേർഡും ഇവിടെ ബിക്കോസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേക്ക് ആൻഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ജീവിത ചെലവുകൾ കണ്ടെത്തുക. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്ന് വെച്ചാൽ ജീവിതത്തിലെ ചെലവുകൾ അമ്മക്ക് കണ്ടെത്തേണ്ടി വന്നതിനാൽ എനിക്ക് അമ്മയെ സഹായിക്കാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകേണ്ടി വന്നു. ഇവിടെ സിൻസ് മൈ മദർ സ്ട്രഗിൾ ടു മേക്ക് ആൻഡ്സ് മീറ്റ് എന്നുള്ളതാണ് കോസ്. അതാണ് കാരണം. ആ കാരണത്താലാണ് എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു എന്നുള്ള ഇഫക്റ്റ് പറയുന്നത്. ദെൻ തേർഡ് സെന്റൻസ്, ആസ് മൈ മദർ ഹാഡ് ടു കെയർ ഫോർ 2 daughters ആൻഡ് എ സൺ. 2 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയും സംരക്ഷിക്കേണ്ടി വന്ന കാരണത്താൽ ഷീ സ്ട്രഗിൾ ടു സപ്പോർട്ട് അവർ ഫാമിലി. കുടുംബത്തെ പോറ്റാൻ അമ്മക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ഇവിടെയും ആസ് എന്നുള്ളത് ഒരു ബിക്കോസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. 2 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും കെയർ ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട കാരണത്താൽ, അതാണ് കോസ്. അതിൻ്റെ ഫലമായി ഷീ സ്ട്രഗിൾ ടു സപ്പോർട്ട് അവർ ഫാമിലി. കുടുംബത്തെ സംരക്ഷിക്കാൻ അമ്മ ഒരുപാട് പ്രയാസപ്പെട്ടു എന്നർത്ഥം വരുന്നത്. ഇൻ ഈച്ച് സെന്റൻസ് എ കോസ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ആർ മെൻഷൻഡ്. ഓരോ സെന്റൻസിലും ഓരോ കാരണവും അതിൻ്റെ ഇഫക്റ്റും പറയുന്നുണ്ട്. ക്യാൻ യു ഐഡന്റിഫൈ ദ കോസസ് ഇൻ ദ ഗിവൺ സെന്റൻസസ്? ഈ സെന്റൻസിലെ കോസുകൾ അഥവാ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാമോ? അതാണ് ഇപ്പോൾ വിശദീകരിച്ച് തന്നത്. ഇനി നോട്ട് ദ കോസ് ആൻഡ് ദ ഇഫക്റ്റ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇവിടെ ഈ ടേബിളിൽ കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ള കോളങ്ങളിലേക്ക് കോസ് ഏതാണെന്നും ഇഫക്റ്റ് ഏതാണെന്നും എഴുതുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിശദീകരിച്ച് തന്നു. ദെൻ കോസ് എന്നുള്ളത് ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസ് ആണ്, അതായത് സ്വന്തമായിട്ട് അർത്ഥത്തിൽ നിലനിൽക്കാൻ കഴിയാത്തത്. ഇഫക്റ്റ് പറയുന്ന ഭാഗം മെയിൻ ക്ലോസ് ആണ്. അത് മാത്രമായിട്ട് ഒരു സ്വതന്ത്ര സെന്റൻസ് ആയിട്ട് അതിന് സ്വയം നിലനിൽക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ബിക്കോസ് മൈ ഫാദർ പാസ്ഡ് അവേ അൺഎക്സ്പെക്റ്റഡ്ലി എന്നായിരുന്നു പൂർണ്ണമായ ആ ഭാഗം. ആ ഒരു ബിക്കോസ് ഇവിടെ കോസ് മാത്രം എടുത്ത് കാണിക്കാൻ ഉള്ളത് കൊണ്ട് ബിക്കോസ്, സിൻസ്, ആസ് എന്നീ വാക്കുകൾ മാറ്റി നിർത്തിയതാണ്. ഏതായാലും ബിക്കോസ് മൈ ഫാദർ പാസ്ഡ് അവേ അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദർ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതിനാൽ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ആ സെന്റൻസ് അപൂർണമാണ്. മൈ ഫാദർ പാസ്ഡ് അവേ അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് മാത്രം പറയുമ്പോൾ എൻ്റെ പിതാവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആശയം പൂർണ്ണമാക്കും. പക്ഷേ യഥാർത്ഥ സെന്റൻസിൽ അതിൻ്റെ കൂടെ ബിക്കോസ് ഉണ്ട്, അതോടെ ചേർത്ത് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ 2ാം സെന്റൻസിൽ സിൻസ് ചേർത്തുകൊണ്ട് വായിക്കുക. 3ാം സെന്റൻസിൽ ആസ് അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ അതിനാൽ, അക്കാരണത്താൽ എന്ന് പറഞ്ഞ് നമുക്ക് പൂർണ്ണമായ ഒരർത്ഥത്തിൽ നിർത്താൻ കഴിയില്ല. എൻ്റെ ഫാദർ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതിനാൽ എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ കഴിയില്ല. ഇതാണ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ സ്വയം നിലനിൽപ്പില്ലാത്ത ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണത്. മറ്റൊരു മെയിൻ ക്ലോസിന്, സെന്റൻസിനെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കാൻ കഴിയുന്നത്. എന്നാൽ 2ാമത്തെ ഭാഗം ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് ദ ഏജ് ഓഫ് 14 എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാണ്. അതാണ് മെയിൻ ക്ലോസ്. ഞാൻ എൻ്റെ 14ാം വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. 2ാമത്തെ സെന്റൻസിൽ ഐ ഹാഡ് ടു വർക്ക് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. എനിക്കൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകേണ്ടി വന്നു. ഷീ സ്ട്രഗിൾ ടു സപ്പോർട്ട് അവർ ഫാമിലി. കുടുംബത്തെ പോറ്റാൻ അമ്മക്ക് പ്രയാസപ്പെടേണ്ടി വന്നു. ഇതൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വന്തമായി നിലനിൽക്കാൻ കഴിയും. ഇങ്ങനെ സ്വന്തമായി നിലനിൽക്കാൻ കഴിയുന്നത് മെയിൻ ക്ലോസും ആശ്രയിച്ച് നിൽക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസുമാണ്. Now identify the words that help to link the cause and the effect in each sentence. ഓരോ സെന്റൻസിലെയും കോസും അതിൻ്റെ ഇഫക്റ്റും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന, പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തുക. ആദ്യ സെന്റൻസിൽ ബിക്കോസ്, സെക്കൻഡ് സെന്റൻസിൽ സിൻസ്, തേർഡ് സെന്റൻസിൽ ആസ് എന്നിങ്ങനെയാണ് ആ ലിങ്കിങ് വേർഡ്സ്. ഇവ ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതായത് ഒരു സബോർഡിനേറ്റ് ക്ലോസിനെ, സ്വയം നിലനിൽപ്പില്ലാത്ത ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ക്ലോസിനെയാണ് അത് ലിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നാണ് ഗ്രാമറിൽ അറിയപ്പെടുന്നത്. ദീസ് ആർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കണക്ട് മെയിൻ ക്ലോസസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസസ് ടുഗദർ. Now here are some most commonly used subordinating conjunctions. നമ്മുടെ ഡെയിലി ഇംഗ്ലീഷിൽ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഏതാനും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് ഇവയൊക്കെ തന്നെ.
after, before, when, while, until, as soon as, once, since, whenever. ഇതെല്ലാം തന്നെ ഷോയിങ് ടൈം റിലേഷൻസ്. ഏതെങ്കിലും പറയുന്നൊരു കാര്യവും മറ്റൊരു കാര്യവും തമ്മിലുള്ള ടൈം റിലേഷൻ, സമയത്തെ കാണിക്കുന്ന, ഒരു സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നവയാണ്. ഇതിൽ സിൻസ് എന്നുള്ളതും സിൻസ് ബിക്കോസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സിൻസ് എന്നുള്ളത് ഫ്രം ദാറ്റ് മൊമെന്റ്, ആ സമയം മുതൽ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. ഒരു ടൈം റിലേഷനും കാണിക്കാൻ സാധിക്കും. Then because, since, as, now that, ഇവയെല്ലാം തന്നെ ഷോയിങ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻസ്. If, unless, in case, provided that, ഷോയിങ് under what condition something happens, ചില കണ്ടീഷൻ കാണിക്കുന്ന കൺജങ്ഷൻസ്. Although, though, even though, whereas, while, ഷോയിങ് കോൺട്രാസ്റ്റ് റിലേഷൻസ്. മറ്റൊരു പറയുന്ന കാര്യവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, ഒരു വിപരീതാവസ്ഥ. ഉദാഹരണത്തിന് although it was raining എന്ന രൂപത്തിൽ, മഴ പെയ്യുകയായിരുന്നിട്ടും. സോ ദാറ്റ്, ഇൻ ഓർഡർ ദാറ്റ്, ഷോയിങ് പേർപ്പസ്, ചില പേർപ്പസ്, കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം, ലക്ഷ്യം കാണിക്കുന്നത്. സോ ദാറ്റ്, അതിനാൽ, അക്കാരണത്താൽ, ഇൻ ഓർഡർ ദാറ്റ്, അതിനുവേണ്ടി, ആ പേർപ്പസിനു വേണ്ടി എന്നൊക്കെ അർത്ഥത്തിൽ. ദാൻ, ആസ്, ഷോയിങ് കമ്പാരിസൺ, ഒന്നിനെ മറ്റൊന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ദാൻ എന്നുള്ളത്, പ്രത്യേകിച്ച് കമ്പാരിറ്റീവ് ഡിഗ്രി സെന്റൻസുകളിൽ. ദെൻ ആസ് പോസിറ്റീവ് ഡിഗ്രികൾ നാം കമ്പയർ ചെയ്യുമ്പോൾ ആസ് ഉപയോഗിക്കുന്നു. Now activity C. Complete the given sentences using appropriate conjunctions. ഇവിടെ നൽകിയിരിക്കുന്ന ഈ സെന്റൻസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക അനുയോജ്യമായ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. ഫസ്റ്റ് സെന്റൻസ്, although it was raining, they decided to go for a hike. മഴ പെയ്യുകയായിരുന്നു, എന്നിട്ടും അവർ ഒരു ഹൈക്ക് അഥവാ ഒരു വാക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ഇത് ഒരു കോൺട്രാസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഓൾദോ എന്നുള്ളത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, അതൊരു കോൺട്രാസ്റ്റ് കാണിക്കുന്നു. ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉൾപ്പെടുന്ന ആ ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കുക, സബോർഡിനേറ്റ് ക്ലോസിൽ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. രണ്ടാം സെന്റൻസിൽ ബിക്കോസ് എന്നുള്ളത് ഒരു കോസ് കാണിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ്. ബിക്കോസ് ഷീ സ്റ്റഡീഡ് ഹാർഡ് എന്നുള്ളതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഷീ പാസ് ദി എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നുള്ളത് മെയിൻ ക്ലോസ്. മൂന്നാം സെന്റൻസിൽ ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി എന്നുള്ളത്, ഇഫ് എന്നുള്ളത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, ഒരു കണ്ടീഷൻ കാണിക്കുന്നു. ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി എന്നുള്ളത് ഒരു ഇഫ് ക്ലോസ് ആണ്, അതോടൊപ്പം അതാണ് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ്. യു വിൽ ഇംപ്രൂവ് യുവർ സ്കിൽസ് എന്നുള്ളത് മെയിൻ ക്ലോസ്. ദെൻ നമ്പർ 4, whenever I see a sunset I feel at peace. whenever എന്നുള്ളത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ഒരു ടൈം റിലേഷൻ കാണിക്കുന്നു. Then number 5, since he moved to a new city he has made many friends. since എന്നുള്ളത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. since he moved to a new city എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. ഇവിടെ since എന്നുള്ളത് ഒരു ടൈം റിലേഷനെയാണ് കാണിക്കുന്നത്. ഫ്രം ദ മൊമെന്റ് he moved to a new city, ഒരു പുതിയ സിറ്റിയിലേക്ക് മാറി താമസിച്ചത് മുതൽ, അത് മുതൽ എന്നർത്ഥത്തിൽ. Number 6, though the task was difficult they completed it on time. though എന്നുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, though the task was difficult എന്നുള്ള സബോർഡിനേറ്റ് ക്ലോസ്. though എന്നുള്ളത് ഒരു കോൺട്രാസ്റ്റിനെ കാണിക്കുന്നു. Number 7, while she was cooking her phone rang. while എന്നുള്ളത് ഒരു ടൈം റിലേഷൻ കാണിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. Then number 8, unless you hurry you will miss the train. unless you hurry എന്നുള്ളത് ഒരു കണ്ടീഷൻ കാണിക്കുന്ന, unless means if not, if you do not hurry എന്നാണ് അതിൻ്റെ അർത്ഥം. Number 9, after they finished dinner they watched a movie. after എന്നുള്ളത് ഒരു ടൈം റിലേഷൻ കാണിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. after they finished dinner എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. they watched a movie എന്നുള്ളത് മെയിൻ ക്ലോസ്. Then number 10, as soon as the bell rang the students left the classroom. as soon as എന്നുള്ളത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ടൈം റിലേഷൻ കാണിക്കുന്നു. Now activity 2, read the following sentences. ഇവിടെ 5 സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. Number 1, if Shrikant had got admission to IIT he would not have gone to the USA. Number 2, if Muruganandam had given up his dream he would have failed in life. Number 3, if Bolla hadn't been admitted to MIT he wouldn't have had a chance to follow his passion. Number 4, his wife would have stayed with him
if Muruganandam had stopped his experiments. Number 5, the world would not have changed if these visionaries had not turned challenges into opportunities. All these are third conditionals or impossible conditional sentences. ഈ 5 സെൻറ്റൻസുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കണ്ടീഷണൽ സെൻറ്റൻസുകളിലെ തേർഡ് കണ്ടീഷണലാണ് അഥവാ ഇമ്പോസിബിൾ കണ്ടീഷണൽ സെൻറ്റൻസസ്. ഈച്ച് സെൻറ്റൻസ് ഹാസ് എ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വേർബ് ഇൻ ദി ഇഫ് ക്ലോസ് ഓർ സബോർഡിനേറ്റ് ക്ലോസ്. ഇതിലൊക്കെ ഉൾപ്പെടുന്ന ഇഫ് അടങ്ങി വരുന്ന ഇഫ് ക്ലോസ്, ആ ഇഫ് ക്ലോസ് തന്നെയാണ് ഇതിലെ സബോർഡിനേറ്റ് ക്ലോസ്. ഇതിലെല്ലാം ഹാഡ് ചേർന്ന് വരുന്ന ഒരു പാസ്റ്റ് പെർഫെക്റ്റ് വേർബ് കാണാൻ സാധിക്കും. ഹാഡ് പ്ലസ് V3 എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ദെൻ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് കഴിഞ്ഞ് ഏതാണോ വേർബ് അതിൻ്റെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഈ സെൻറ്റൻസുകളുടെ മെയിൻ ക്ലോസിലും കാണാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇഫ് ക്ലോസിൽ അടങ്ങുന്ന പാസ്റ്റ് പെർഫെക്റ്റ് യെല്ലോ കളറിലും മെയിൻ ക്ലോസിലെ വുഡ് ഹാവ് പ്ലസ് V3 എന്നുള്ള സ്ട്രക്ചർ ഗ്രീൻ കളറിലും ഹൈലൈറ്റ് ചെയ്തത് ശ്രദ്ധിക്കുക. നൗ ലെറ്റ്സ് എക്സാമിൻ ദി സെൻറ്റൻസസ്. ഈ സെൻറ്റൻസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ കണ്ടീഷണൽ സെൻറ്റൻസിലും ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ദ കണ്ടീഷൻ സ്റ്റേറ്റഡ് ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ്? ആദ്യ സെൻറ്റൻസിലെ കണ്ടീഷൻ വ്യവസ്ഥ എന്താണ്? ശ്രീകാന്ത് ഗെറ്റിംഗ് അഡ്മിഷൻ ടു ദി IIT ഈസ് ദ കണ്ടീഷൻ. IITയിൽ ശ്രീകാന്തിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. അത് സംഭവിക്കുകയാണെങ്കിൽ മെയിൻ ക്ലോസിൽ പറയുന്ന കാര്യം സംഭവിക്കും. ബട്ട് ഹി ഡിഡിൻറ്റ്, എന്നാൽ ശ്രീകാന്തിന് IITയിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതാണ് ഇഫ് ക്ലോസിൽ അഥവാ കണ്ടീഷണൽ ക്ലോസിൽ സബോർഡിനേറ്റ് ക്ലോസിൽ പറയുന്നത്. ഇഫ് ശ്രീകാന്ത് ഹാഡ് ഗോട്ട് അഡ്മിഷൻ ടു ദി IITയിൽ ശ്രീകാന്തിന് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ, അത് സംഭവിച്ചില്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ദിസ് ഇസ് ദി ഇഫ് ക്ലോസ് ഓർ കണ്ടീഷണൽ ക്ലോസ്. അപ്പോൾ ഈ കണ്ടീഷണൽ ക്ലോസിൽ പറയുന്നത് അഡ്മിഷൻ IITയിൽ കിട്ടുക എന്നുള്ളതാണ് കണ്ടീഷൻ. ഡു യു തിങ്ക് ദാറ്റ് ദിസ് കണ്ടീഷൻ ക്യാൻ ബി ഫുൾഫിൽഡ്? ഈ സെൻറ്റൻസ് ഇപ്പോൾ പറയുമ്പോൾ ഇതിപ്പോൾ ഇനി അഡ്മിഷൻ കിട്ടുക IITയിൽ എന്നുള്ളത് ഇനിയിപ്പോൾ സാധ്യമാകുന്ന ഒരു കാര്യമാണോ? ഇത് പോസിബിൾ ആകുമോ എന്നാണ് ചോദ്യം. വൈ, എന്തുകൊണ്ട് പോസിബിൾ ആകും അല്ലെങ്കിൽ ആകില്ല? നോ, ദ കണ്ടീഷൻ കനോട്ട് ബി ഫുൾഫിൽഡ് നൗ. ഇനിയിപ്പോൾ ആ കണ്ടീഷൻ സാധ്യമാകില്ല. ബിക്കോസ് ദ ടൈം ഫോർ ഇറ്റ് ഹാസ് ഓൾറെഡി പാസ്ഡ്. അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് ഇതൊരു പാസ്റ്റിൽ സംഭവിച്ച കാര്യവും കൂടെയാണ്. അതിൻ്റെ സമയം കഴിഞ്ഞുപോയി. നാം ഒരു പാസ്റ്റ് പെർഫെക്റ്റ് വേർബാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതൊരു ഇമാജിനറി പാസ്റ്റ് സംഭവമാണ്. അങ്ങനെ കിട്ടിയിരുന്നു എങ്കിൽ എന്നുള്ളത് നാം ഭാവനയിൽ കണ്ടുകൊണ്ട് നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. നൗ ഇറ്റ് ഈസ് ഇംപോസിബിൾ. ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ഗെറ്റിംഗ് അഡ്മിഷൻ ടു ദി IIT ഹാപ്പൻ ഡിഫറെൻ്റ്ലി. IITയിൽ അഡ്മിഷൻ കിട്ടേണ്ട ആ കണ്ടീഷൻ മറ്റൊരു രീതിയിലാണ് സംഭവിച്ചത്. അതായത് he did not get the admission. Now it is simply refers to an imaginary or unreal past situation. കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് നാം പ്രസൻറ്റ് ടൈമിൽ ഇരുന്നു കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക മാത്രമാണ്. അഥവാ ഒരു അൺറിയൽ പാസ്റ്റ് ആയിട്ടുള്ള കാര്യത്തെ നാം ഒരു ഭാവനയിൽ കാണുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് ഇഫക്റ്റ്? ആ ഒരു കണ്ടീഷൻ്റെ ഇഫക്റ്റ് എന്താണ്? അഡ്മിഷൻ കിട്ടിയിരുന്നു എങ്കിൽ ശ്രീകാന്ത് അമേരിക്കയിൽ പോകുമായിരുന്നില്ല. ദി ഇഫക്റ്റ് ഈസ് ദാറ്റ് ശ്രീകാന്ത് വെൻറ്റ് ടു ദ USA. അത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ശ്രീകാന്ത് അമേരിക്കയിൽ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഇഫക്റ്റ്. അപ്പോൾ കോസും ഇഫക്റ്റും ഈ സെൻറ്റൻസിലും കാണാൻ സാധിക്കും. Now complete the table picking the verbs from the if clause and the main clause in the given sentences. ഓരോ സെൻറ്റൻസിലെയും ഇഫ് ക്ലോസിലെയും മെയിൻ ക്ലോസിലെയും വേർബുകൾ ഏതാണെന്ന് കണ്ടെത്തി ഇവിടെ ഈ ബോക്സുകളിലേക്ക് എഴുതുക. വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കിയതാണ്, നാം വിശദീകരിച്ചതാണ്. ഇൻ സെൻറ്റൻസ് 1 ഇഫ് ക്ലോസിൽ ഹാഡ് ഗോട്ട് എന്നുള്ളതാണ്. ഹാഡ് പ്ലസ് ഗോട്ട് എന്നുള്ള V3 ഫോം, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അതിൻ്റെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന ഫോമിൽ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് വുഡ് നോട്ട് എന്നുണ്ട്. ദെൻ ഹാവ് ഗോൺ. In sentence 2, had given up, would have failed, hadn't been admitted.
തേർഡ് സെൻറ്റൻസിൽ ഇഫ് ക്ലോസിൽ ഒരു ബീൻ കാണാം. അതൊരു പാസീവ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഹാഡിൻറ്റ് ബീൻ അഡ്മിറ്റഡ്. വുഡിൻറ്റ് ഹാവ് ഹാഡ്. ഇവിടെ സെക്കൻഡ് ഹാഡ് എന്നുള്ളത് ഒരു മെയിൻ വേർബിൻ്റെ V3 ഫോമാണ്. ദെൻ ഹാഡ് സ്റ്റോപ്ഡ്, വുഡ് ഹാവ് സ്റ്റേറ്റ്, ഹാഡ് നോട്ട് ടേൺഡ്, വുഡ് നോട്ട് ഹാവ് ചേഞ്ച്ഡ്. ഇങ്ങനെയാണ് വേർബ്സ്. ഹാവ് യു നോട്ടീസ്ഡ് ദ ഫോംസ് ഓഫ് ദി വേർബ് ഇൻ ദി ഇഫ് ക്ലോസ് ആൻഡ് ദാറ്റ് ഇൻ ദ മെയിൻ ക്ലോസ്, നോട്ട് ഇറ്റ് ഇൻ ദി ടേബിൾ ബിലോ. ഇഫ് ക്ലോസിലെയും മെയിൻ ക്ലോസിലെയും വേർബിൻ്റെ ഫോംസ് ശ്രദ്ധിക്കുക. അത് ഇവിടെ ഈ ബോക്സിലേക്ക് എഴുതി ചേർക്കുക. നാം ശ്രദ്ധിച്ചതാണ് ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പാസ്റ്റ് പെർഫെക്റ്റ് രൂപീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 എന്ന സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് നോട്ട്. ഇൻ പ്ലേസ് ഓഫ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഓൾസോ ക്യാൻ കം ഇൻ സെർട്ടൻ കോണ്ടെക്സ്റ്റ്. ചില സന്ദർഭങ്ങളിൽ, കോണ്ടെക്സ്റ്റുകളിൽ വുഡ് എന്നതിൻ്റെ സ്ഥാനത്ത് മെയിൻ ക്ലോസിൽ ഷുഡ് എന്നോ കുഡ് എന്നോ മൈറ്റ് എന്നോ ഒക്കെ സാന്ദർഭികമായി ഉപയോഗിക്കാവുന്നതുമാണ്. ഏതായാലും സച്ച് ഇഫ് ക്ലോസസ് ഇൻഡിക്കേറ്റ് ആൻ ഇമ്പോസിബിൾ കണ്ടീഷൻ. ഈ 5 സെൻറ്റൻസുകളിലെയും ഇഫ് ക്ലോസുകൾ മനസ്സിലാക്കി തരുന്നത്, കാണിക്കുന്നത് ഇതെല്ലാം ഇമ്പോസിബിൾ കണ്ടീഷനാണ്. ഇനി അസാധ്യമാണിപ്പോൾ. ദീസ് കണ്ടീഷൻസ് കനോട്ട് ബി ഫുൾഫിൽഡ് ബിക്കോസ് ദ റെഫർ ടു ദ പാസ്റ്റ്. നാം ഇത് പ്രസൻറ്റ് ടൈമിലിരുന്നാണ് സംസാരിക്കുന്നത്, ഒരു ഭാവനയിൽ കണ്ടുകൊണ്ട്. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് വെച്ചാൽ അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ്. ഇപ്പോൾ അത് ഒരു ഇമാജിനറി കാര്യമായിട്ട് മാത്രം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനി ഫുൾഫിൽ ചെയ്യാൻ ഇതിനി പോസിബിൾ ആകില്ല. അതുകൊണ്ട് ഇമ്പോസിബിൾ കണ്ടീഷൻസ് ആണെന്ന് അറിയപ്പെടും. Now activity B. Now complete the following sentences using the appropriate forms of the verbs given in brackets. ഇവിടെ 8 സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. ഓരോ സെൻറ്റൻസിലും ബ്രാക്കറ്റിൽ ചില വേർബ്സും നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അനുയോജ്യമാം വിധം ആ വേർബ്സിൻ്റെ ഫോം മാറ്റി എഴുതുക. ആദ്യം ഇഫ് ക്ലോസ് ആണോ മെയിൻ ക്ലോസ് ആണോ എന്ന് തിരിച്ചറിയുക. അതിനനുസൃതമായി മാറ്റങ്ങൾ വരുത്തുക. ഒന്നാമത്തെ സെൻറ്റൻസിൽ ഇഫ് ഷി ഹാഡ് നോൺ എബൌട്ട് ദ മീറ്റിംഗ്, മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരുന്നു എങ്കിൽ എന്നർത്ഥം വരുന്ന ആ ഇഫ് ക്ലോസ് അവിടെ തന്നിട്ടുണ്ട്. അവിടെ ഹാഡ് നോൺ എന്ന വേർബും ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന വേർബ് മെയിൻ ക്ലോസിലാണ്. അറ്റൻഡ് എന്നുള്ളതാണ് വേർബ്. അപ്പോൾ മെയിൻ ക്ലോസിലെ വേർബ് ഇത്തരം ഒരു കണ്ടീഷണൽ സെൻറ്റൻസിൽ വുഡ് ഹാവ് V3 എന്ന ഫോമിലേക്ക് മാറ്റണം. ഷീ വുഡ് ഹാവ് അറ്റൻഡഡ്. അറ്റൻഡ് എന്നതിൻ്റെ V3 ഫോം അറ്റൻഡഡ് ഇറ്റ് എന്ന രൂപത്തിൽ എഴുതിയതും ശ്രദ്ധിക്കുക. ദെൻ നമ്പർ 2, ഇഫ് ദ ഹാഡ് ലെഫ്റ്റ് ഏർലിയർ. ഇവിടെയും ഇഫ് ക്ലോസിൽ വേർബ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഹാഡ് ലെഫ്റ്റ്. ഇനി മെയിൻ ക്ലോസിലാണ് മാറ്റം വരുത്തേണ്ടത്. ക്യാച്ച് എന്നുള്ള വേർബിനെയാണ് മാറ്റേണ്ടത്. നാം ദേ കഴിഞ്ഞ് ക്യാച്ച് എന്നുള്ള വേർബിൻ്റെ മുമ്പിൽ വുഡ് ദെൻ ഹാവ് ചേർത്ത് ക്യാച്ച് എന്നതിൻ്റെ V3 ഫോം കൊടുക്കണം. ദാറ്റ് ഈസ് caught. They would have caught the train. Then I reply. റിപ്ലൈ എന്നുള്ള വേർബിനെയാണ് മാറ്റേണ്ടത്. ആ സെൻറ്റൻസ് തുറന്ന് വായിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കഴിഞ്ഞ് ഇഫ് ഐ ഹാഡ് സീൻ ദ മെയിൽ എന്ന് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇഫ് കൊണ്ട് തുടങ്ങുന്ന ക്ലോസ് ഈ സെൻറ്റൻസിൻ്റെ അവസാനത്തിലാണ് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ക്ലോസ് നമുക്ക് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലോ, അതായത് ഇഫ് ക്ലോസ് കൊണ്ട് സെൻറ്റൻസ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഇഫ് ക്ലോസ് അവസാന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇഫ് ക്ലോസ് കൊണ്ട് തുടങ്ങുമ്പോൾ ഇഫ് ക്ലോസ് കഴിഞ്ഞ് ഒരു കോമ കൊടുക്കണം. അതാണ് അതിൻ്റെ ഗ്രാമർ റൂൾ. ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഇഫ് ക്ലോസ് കൊണ്ട്, ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് മാത്രമല്ല ഏതൊരു സബോർഡിനേറ്റ് ക്ലോസ് സെൻറ്റൻസിനെ ആരംഭിക്കാൻ ഉപയോഗിക്കുമ്പോഴും ആ സബോർഡിനേറ്റ് ക്ലോസ് കഴിഞ്ഞ് നാം ഒരു കോമ കൊടുത്താണ് മെയിൻ ക്ലോസ് എഴുതേണ്ടത്. നേരെ മറിച്ച് മെയിൻ ക്ലോസ് കൊണ്ട് തുടങ്ങുമ്പോൾ ഇത്തരം കോമയുടെ ആവശ്യവുമില്ല. ഇവിടെ മൂന്നാം സെൻറ്റൻസിൽ മെയിൻ ക്ലോസ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോമ ഈ സെൻറ്റൻസിൻ്റെ മധ്യത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഐ റിപ്ലൈ, റിപ്ലൈ എന്നതിനെ നാം മാറ്റി എഴുതണം. വുഡ് ഹാവ് ദെൻ റിപ്ലൈ എന്നതിൻ്റെ V3 ഫോം റിപ്ലൈഡ്. ഐ റിപ്ലൈഡ്, ഐ വുഡ് ഹാവ് റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ഐ ഹാഡ് സീൻ ദ മെയിൽ. ഹാഡ് സീൻ എന്ന ഇഫ് ക്ലോസിലെ പാസ്റ്റ് പെർഫെക്റ്റും ശ്രദ്ധിക്കുക. ദെൻ നമ്പർ 4, ഇഫ് ക്ലോസ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഇഫ് യു ഹാഡ് പ്രാക്ടീസ്ഡ് വെൽ, ഹാഡ് പ്രാക്ടീസ്ഡ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോസ് വേർബാണ് വിൻ എന്നതിനെയാണ് മാറ്റേണ്ടത്. വുഡ് ഹാവ് വൺ, വിൻ എന്നതിൻ്റെ V3 ഫോം വൺ. അതിന് മുമ്പിൽ വുഡ് ഹാവ് ചേർത്ത് വുഡ് ഹാവ് വൺ എന്ന് നൽകിയത് ശ്രദ്ധിക്കുക. ദെൻ നമ്പർ 5,
ഇഫ് ഹി ഹാഡ് ബോട്ട് ടിക്കറ്റ്സ്, ഹാഡ് ബോട്ട് എന്നിങ്ങനെ വേർബ് നൽകിയിട്ടുണ്ട് ഇഫ് ക്ലോസിൽ. മെയിൻ ക്ലോസിൽ ഗോ എന്നുള്ളതാണ് വേർബ്, അതിൻ്റെ ഫോമാണ് മാറ്റേണ്ടത്. വുഡ് ഹാവ് ഗോൺ, ഗോ എന്നതിൻ്റെ V3 ഫോം ഗോൺ. ആറാമത്തെ സെൻറ്റൻസ് വായിക്കുക. ഹി മിസ് ദ ഫ്ലൈറ്റ് ഇഫ് ഹി അറൈവ് ഏർലിയർ എന്നിങ്ങനെയാണ് സെൻറ്റൻസ് തന്നിരിക്കുന്നത്. നമുക്ക് മൊത്തം സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൻ്റെ ആശയം എങ്ങനെയാണെന്ന് മനസ്സിലാകും. നേരത്തെ എത്തിയിരുന്നു എങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകുമായിരുന്നില്ല. അതായത് മെയിൻ ക്ലോസ് നമുക്ക് ഒരു നെഗറ്റീവ് രൂപത്തിലേക്ക് മാറ്റേണ്ടി വരും. ഇവിടെ മിസ് എന്നുള്ളതാണ് വേർബ്, അതിൻ്റെ V3 മിസ്ഡ്. ദെൻ വുഡ് നോട്ട് ചേർക്കണം. ഹി വുഡ് നോട്ട് ഹാവ് മിസ്ഡ്, അയാൾക്ക് നഷ്ടമാകുമായിരുന്നില്ല, നഷ്ടപ്പെടുമായിരുന്നില്ല ദ ഫ്ലൈറ്റ്. ഇഫ് ഹി അറൈവ്, അറൈവ് എന്നത് ഇഫ് ക്ലോസിലാണ് വരുന്നത്, അവിടെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇഫ് ഹി ഹാഡ് അറൈവ്ഡ് ഏർലിയർ. ദെൻ നമ്പർ 7, ഇഫ് ഷീ ടെൽ എന്നുള്ളതിനെ ഇഫ് ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെൽ എന്നതിൻ്റെ V3 ഫോമിന് മുമ്പിൽ ഹാഡ് ചേർക്കണം. ഇഫ് ഷീ ഹാഡ് ടോൾഡ് മീ അബൌട്ട് ദ പ്രോബ്ലം, ദെൻ മെയിൻ ക്ലോസിൽ ഹെൽപ്പ് എന്നുള്ളതിനെ വുഡ് ഹാവ് ഹെൽപ്ഡ് എന്നും മാറ്റുക. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹർ. ദെൻ നമ്പർ 8, ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും ഇവിടെ വേർബുകൾ മാറ്റേണ്ടതുണ്ട്. ഇഫ് ക്ലോസിൽ റീഡ് എന്നതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. റീഡ് എന്നുള്ളതിൻ്റെ V3 ഫോം സ്പെല്ലിങ്ങിൽ മാറ്റമുണ്ടാകില്ല, അതിൻ്റെ ഉച്ചാരണത്തിലെ മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഇഫ് ഐ ഹാഡ് റെഡ് ദി ഇൻസ്ട്രക്ഷൻസ്, ദെൻ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിനെ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് എന്നാക്കി മാറ്റുക. ഇഫ് ഐ ഹാഡ് റെഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഐ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ ടാസ്ക്. Now activity C. Match the beginning and end of each conditional sentences and write them down. ഇവിടെ 2 കോളങ്ങളിലായിട്ട് കോളം 1 ആൻഡ് കോളം 2. കോളം 1ൽ ഇഫ് ക്ലോസുകൾ തന്നിട്ടുണ്ട്, കോളം 2ൽ മെയിൻ ക്ലോസുകളും. ഈ സെൻറ്റൻസുകളിൽ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. നാം ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും വിശദീകരിച്ചത് തേർഡ് കണ്ടീഷനുകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതായിരിക്കും ഇപ്പോൾ കൂടുതൽ പരിചിതം. ഇഫ് ക്ലോസിൽ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് വേർബും മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 എന്ന സ്ട്രക്ചറും. എന്നാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസിൽ സാധാരണ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേർബ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് വേർബ് എന്ന രൂപത്തിലും, സെക്കൻഡ് കണ്ടീഷനിൽ ഇഫ് ക്ലോസിൽ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേർബ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് വേർബ് എന്ന രൂപത്തിലുമായിരിക്കും വരുന്നത്. നമുക്ക് സെൻറ്റൻസുകൾ പരിശോധിക്കാം. ആദ്യ സെൻറ്റൻസ്, ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ. ഇവിടെ ഹാഡ് സ്റ്റഡീഡ് എന്നുള്ള ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ഇഫ് ക്ലോസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇതൊരു തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. മീനിങ് ഫുൾ ആയിട്ട് അതിനോട് യോജിപ്പിക്കാനുള്ളത് വുഡ് ഹാവ് V3 വരുന്ന മെയിൻ ക്ലോസിൽ വരുന്ന തരത്തിലുള്ള മീനിങ് ഫുള്ളായ ഒരു മെയിൻ ക്ലോസ് വേണം. അത് ഷീ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം എന്നുള്ളതാണ് കോളം 2ൽ. ദെൻ രണ്ടാം സെൻറ്റൻസ് പരിശോധിക്കുക. ഇഫ് ഐ വർ റിച്ച്. ഐ എന്ന സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം വേർ എന്ന് ഉപയോഗിച്ചതും ശ്രദ്ധിക്കുക. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ഫോമാണ്, അഥവാ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ ഐ പോലുള്ള സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം നമുക്ക് വാസ് എന്നതിന് പകരം വേർ എന്ന പ്ലൂറൽ ഫോമാണ് ഉപയോഗിക്കാൻ ഏറ്റവും അഭികാമ്യം. ഏതായാലും ഇഫ് ഐ വർ റിച്ച്, അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് വേർബ് എന്ന രൂപത്തിൽ ആയിരിക്കണം. ഇതിൽ ഐ വുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, വുഡ് ട്രാവൽ എന്നിങ്ങനെ കാണാവുന്നതാണ്. അതാണ് മെയിൻ ക്ലോസിൽ അഭികാമ്യം. ദെൻ മൂന്നാമത്തെ സെൻറ്റൻസ്, ഇഫ് ഐ സീ ഹെർ അറ്റ് ദ മാൾ. ഇവിടെ ഇഫ് ക്ലോസിൽ സി എന്നുള്ള ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് വേർബ് വേണം. ഐ വിൽ ബൈ ഹെർ ദ ഡ്രസ് എന്നുള്ള ആ മെയിൻ ക്ലോസ് ഉപയോഗിക്കാം. വിൽ ബൈ. നെക്സ്റ്റ്, ഇഫ് വി വിൻ ദ ഗെയിം. ഇവിടെയും ഇഫ് ക്ലോസിൽ വിൻ എന്നുള്ള സിമ്പിൾ പ്രസന്റ് വേർബാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഏറ്റവും അനുയോജ്യം അതിന് നേരെ കിടക്കുന്ന ഇഫ് വി വിൻ ദ ഗെയിം വി വിൽ സെലിബ്രേറ്റ് ടു നൈറ്റ്. വിൽ സെലിബ്രേറ്റ് എന്നുള്ളിടത്ത് വിൽ പ്ലസ് വേർബ് കാണാവുന്നതാണ്. ദ ലാസ്റ്റ് സെൻറ്റൻസ്, ഇഫ് യു ഹാഡ് ടോൾഡ് മീ യു വർ നോട്ട് വെൽ.
ഹാഡ് ടോൾഡ് എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ്, അതുകൊണ്ട് തന്നെ ഇതൊരു തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 സ്ട്രക്ചർ വരണം. ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു, വുഡ് ഹാവ് വിസിറ്റഡ് എന്നുള്ള സ്ട്രക്ചർ ശ്രദ്ധിക്കുക. അതാണ് അഞ്ചാമത്തെ മെയിൻ ക്ലോസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് കൺവേഴ്സ്. Interviewer: Good morning, Srikanth. Srikanth: Good morning. Hope we will have a fruitful time together today. Interviewer: Sir, would you say that your childhood was a hard time for you? Srikanth: Of course, my friend. First of all, my birth was a shock to my parents. I was born blind, you know. From the conversation above, let's pick out some expressions that you could use to seek information, explain things, or to convince others about something. ഈ ഒരു കോൺവെർസേഷനിൽ നിന്നും ചില എക്സ്പ്രഷൻസ്, ചില പ്രയോഗങ്ങൾ നമുക്ക് കണ്ടെത്താം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, സീക്ക് ഇൻഫർമേഷൻ, കൂടുതൽ വിവരങ്ങൾ തേടാൻ, ഒരാളോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ തരാനോ വേണ്ടി ആവശ്യപ്പെടാനുള്ള ചില എക്സ്പ്രഷൻസ്. അതോടൊപ്പം തന്നെ മറുപടിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കേൾവിക്കാരനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അതിൻ്റെ ചില തുടക്കം, അതിന് പറ്റുന്ന ചില പ്രയോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് സീക്കിംഗ് ഇൻഫർമേഷൻ. വുഡ് യു സേ എന്ന് പറയുന്നത് ഇതൊരു ശൈലിയാണ്. വുഡ് യു സേ, താങ്കൾ പറയുമോ അല്ലെങ്കിൽ താങ്കൾ വിശദീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ശൈലി. ദെൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്ന് കൺവിൻസ് ചെയ്യുന്ന രൂപത്തിൽ ഓഫ് കോഴ്സ്, തീർച്ചയായും, ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമേ പറയട്ടെ എന്നർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ. ഇങ്ങനെയുള്ള ചില കമ്മ്യൂണിക്കേഷൻ സഹായകരമാക്കുന്ന എക്സ്പ്രഷൻസ് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത്തരത്തിലുള്ള ധാരാളം എക്സ്പ്രഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. സീക്കിംഗ് ഇൻഫർമേഷൻ, നമുക്ക് ഒരാളോട് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള, കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടാനുള്ള തരത്തിലുള്ള കുറേ എക്സ്പ്രഷൻസ് സീക്കിംഗ് ഇൻഫർമേഷൻ എന്ന കോളത്തിലും, എക്സ്പ്ലെയിനിങ് ഓർ കൺവിൻസിങ്, മറുപടി പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന തരത്തിലുള്ള എക്സ്പ്രഷൻസും ഇവിടെ നൽകിയത് വായിച്ചു നോക്കുക. വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ്? കുഡ് യു ക്ലാരിഫൈ? Could you break that down? I don't get it. Could you explain? I would really appreciate it if you explain. Can you go into more details? Can you go over that again? How do you feel about that? What would you say about? എന്നിങ്ങനെയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തേടാൻ വേണ്ടി ഉപയോഗിക്കാം. Then എക്സ്പ്ലനേഷന് വേണ്ടി let me explain. In other words, to clarify, the reason is that, let me walk you through it. The key point is, it is important to note, it has been proven that, in my opinion, in my firm belief, എന്നൊക്കെ നമുക്ക് പ്രയോഗിക്കാം. Now, fill in the bubbles in the picture story given below. ഇവിടെ ഒരു പിക്ചർ സ്റ്റോറി നൽകിയിരിക്കുന്നു, അതിലൊക്കെ ഡയലോഗ് ബബിൾസും നൽകിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുക, ചൂസിങ് അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻസ് ഫ്രം ദ ടേബിൾ. ഈ ടേബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന സീക്കിംഗ് ഇൻഫർമേഷൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതും അതോടൊപ്പം തന്നെ എക്സ്പ്ലനേഷൻ ഓർ കൺവിൻസിങ് ഭാഗത്തിൽ നിന്നുള്ളതുമായ അനുയോജ്യമായ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പിക്ചർ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്ത് നൽകിയിട്ടുമുണ്ട്. നമുക്ക് ഈ കോൺവെർസേഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെയൊക്കെ സീക്കിംഗ് ഇൻഫർമേഷൻ, എക്സ്പ്ലെയിനിങ് ഓർ കൺവിൻസിങ് എക്സ്പ്രഷൻസും ഹൈലൈറ്റ് ചെയ്ത് എഴുതിയത് പ്രത്യേകം ശ്രദ്ധിക്കുക. Sir, could you clarify, why did you think of starting a new business project at this age? Let me explain. It was always my ambition to start a farm here. The reason is that there is great demand even from the nearby towns. Could you go into more details? How did you find that there was a great demand for your farm products? To clarify, I went to the towns and talked to the people there. I learned about all their needs and demands. What would you think is the reason why, in your opinion, there is so much demand for your products? It is important to note, most of the products available elsewhere have pesticides and preservatives far above the permitted level. Could you explain, what techniques of farming do you follow? The key point is, pesticides not only affect insects, but the entire environment and us too. On our farm, we follow organic farming practices like hydroponics, mixed cropping, etc. Next activity, let's team up. Group project. ചില ഗ്രൂപ്പ് പ്രോജക്റ്റുകളാണ് അടുത്ത ആക്ടിവിറ്റിയായി നൽകിയിരിക്കുന്നത്.
Step 1. You may conduct a survey on market demands. Each group may choose one of the following sectors. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചില സെക്ടേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാർക്കറ്റ് സർവേ നടത്തുക. ഒരു സർവേ സംഘടിപ്പിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നൽകിയിരിക്കുന്ന മോഡൽ സെക്ടേഴ്സ് ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ, ഇതിനെക്കുറിച്ച് സർവേ സംഘടിപ്പിക്കുക. അതല്ലെങ്കിൽ ഹോം ആൻഡ് ഇൻറ്റീരിയർ, ഫാഷൻ ആൻഡ് ക്ലോത്തിങ് ട്രെൻഡ്സ്, communication technology or digital literacy, travel and tourism, entertainment, healthcare for weak and the elderly. Then അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്, ശാരീരികമായ വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇങ്ങനെയൊക്കെയുള്ള ചില സെക്ടറുകളുമായി ബന്ധപ്പെട്ട് ഒരു സർവേ സംഘടിപ്പിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചൊരു സർവേ റിപ്പോർട്ടും എഴുതാനാണ് ആക്ടിവിറ്റിയിൽ പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത്, പ്രിപ്പയർ എ ക്വസ്റ്റ്യന് ഫോർ ദ സർവേ. സർവേ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കണം. ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു പ്രോബ്ലംസ് ഓഫ് അവൈലബിലിറ്റി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളുടെ അവൈലബിലിറ്റി, അതിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ അതിൻ്റെ ലഭ്യത. ദെൻ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനങ്ങളുടെ അഭിപ്രായമൊക്കെ ഓരോ വിഷയത്തെക്കുറിച്ചും ചോദിക്കണം. ദെൻ ചൂസ് എ സിമ്പിൾ ഫോം, ചൂസ് എ സാമ്പിൾ ഫ്രം യുവർ നെയ്ബർഹുഡ്. നിങ്ങളുടെ പരിസരത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു സർവേയുടെ സാമ്പിൾ തയ്യാറാക്കുക. ദെൻ ഡിസ്കസ് ദ ഫൈൻഡിങ്സ് ഇൻ ഗ്രൂപ്പ്സ്, സജസ്റ്റ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ്. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് കണ്ടെത്തിയ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ചർച്ച ചെയ്യുക. അവസാനം പ്രിപ്പയർ ദ സർവേ റിപ്പോർട്ട്, സർവേയുടെ ഒരു റിപ്പോർട്ടും തയ്യാറാക്കുക. ആ റിപ്പോർട്ടിൽ അനുയോജ്യമായൊരു ടൈറ്റിൽ നൽകണം. ഇൻട്രൊഡക്ഷൻ, ബോഡി ഓഫ് ദ റിപ്പോർട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി അഥവാ ഒരു സ്റ്റെപ്പ് 2 എന്ന രൂപത്തിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ന്യൂ സ്റ്റാർട്ടപ്സ് ഫോർ എ ന്യൂ കേരള. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുക. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു ഇൻവൈറ്റ് എക്സ്പേർട്സ് ഫ്രം ഓർഗനൈസേഷൻസ് ലൈക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നും എക്സ്പേർട്സുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ടീച്ചർ സഹായിച്ചേക്കാം. യു മേ പ്രസൻറ്റ് ദ പേപ്പേഴ്സ് പ്രിപ്പയർഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് ഇൻ ദ സെമിനാർ. നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഓരോ ഗ്രൂപ്പും നിങ്ങൾ തയ്യാറാക്കിയ ചില പേപ്പറുകൾ ഈ സെമിനാറിൽ അവതരിപ്പിക്കുക. ഇൻക്ലൂഡ് യുവർ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻ ദ പേപ്പേഴ്സ്. നിങ്ങളുടേതായ പുതിയ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഈ പേപ്പറുകളിൽ അവതരിപ്പിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാവുന്നതാണ്. വിഷയം ന്യൂ സ്റ്റാർട്ടപ്സ് ഫോർ എ ന്യൂ കേരള. പുതിയൊരു കേരളത്തിന് വേണ്ടി പുതിയ സ്റ്റാർട്ടപ്സ്, പുതിയ സംരംഭങ്ങൾ എന്ന ഒരു ടൈറ്റിലിൽ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെമിനാർ നിങ്ങളാണ് സംഘടിപ്പിക്കേണ്ടത്. ഒരു സെമിനാർ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെമിനാർ റിപ്പോർട്ട് വേണം. അതും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അത് രണ്ടും വായിച്ചു നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഓരോ സെക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 വീതം ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മോഡലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനും സാധിക്കും. സെക്ടർ വൈസ് സർവേ ക്വസ്റ്റ്യൻസ്. ആദ്യം ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന സെക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡു യു ഗെറ്റ് ഇനഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ ഏരിയ? What are the common problems you face in getting food or drinking water? How do you ensure the food and water you consume are safe? Do you feel the supply of quality food and water is enough for everyone? What suggestions do you have to improve food and water availability in your area? Then, Sector 2, Home and Interior. Are good quality home and interior products easily available in your area? What difficulties do you face when buying furniture or home decor items? Do you feel the cost of home and interior products is reasonable? Why or why not? Are there enough shops or suppliers for such products nearby? What improvements would you like to see in this sector? Number 3, fashion and clothing trends. Do you get enough options in clothing and fashion items in your area? What problems do you face while buying clothes or fashion accessories? How affordable are these products for ordinary people?
Are the latest fashion trends easily available to you? What are your suggestions to make fashion products more accessible to all? Number 4, communication technology or digital literacy. Do people in your area have access to good internet and mobile services? What problems do people face in using communication technology? How aware are people about digital literacy and online safety? Are digital devices and services affordable for everyone? What can be done to improve digital literacy and access to communication technology? Now, questions about travel and tourism. Are there enough tourist spots and travel facilities in your area? What difficulties do tourists or travelers face here? Do you think the local people benefit from tourism? How? Are the transport facilities in your area good enough for travelers? What suggestions do you have to promote travel and tourism? Entertainment. What entertainment options, cinema, parks, events are available in your area? Do you feel there are enough affordable entertainment options for all age groups? What problems do people face when accessing entertainment facilities? How often do you and your family engage in entertainment activities? What can be done to improve entertainment options in your locality? Questions about healthcare for weak and elderly. Are there enough healthcare facilities for the elderly and weak in your area? What are the common health problems faced by the elderly? Do you feel the medical services are affordable and accessible to all? What difficulties do the elderly face in getting proper care? What suggestions do you have to improve healthcare for the elderly? And the last education for children with physical impairment. Are there enough schools or facilities for children with physical disabilities in your area? What problems do these children and their families face regarding education? Do you think the general public is aware of the challenges these children face? Are the educational facilities affordable and accessible? What improvements can be made to ensure better education for such children? Now, the survey report. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ തന്നെ അനുയോജ്യമായ ടൈറ്റിൽ, ഇൻട്രൊഡക്ഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ടൈറ്റിൽ: അവൈലബിലിറ്റി ഓഫ് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് ഫുഡ് ഇൻ അവർ നെയ്ബർഹുഡ്. Introduction: water is one of the most essential needs of life. Unfortunately, many people still face problems in getting clean and safe drinking water. We, the class 10 students of ABC School Kannur, conducted a survey on 20th June 2025 in our neighborhood to understand the availability, demand, and problems related to drinking water. Methodology: ഈ ഒരു സർവേക്ക് വേണ്ടി അവലംബിച്ച മാർഗം. We prepared a questionnaire and conducted the survey among 20 families in our area. The questions included: do you get enough clean drinking water in your area? What are the common problems you face in getting food or drinking water? How do you ensure the food and water you consume are safe? Do you feel the supply of quality food and water is enough for everyone? What suggestions do you have to improve food and water availability in your area? Findings: 12 families said they faced shortage of drinking water during summer. 8 families use water filters, but others cannot afford them. 6 families reported health issues like stomach problems due to unsafe water. Most people feel there is a need for better water management and awareness. From the survey, it is clear that many families still struggle to get safe drinking water. Some cannot afford water filters. In summer, the problem becomes worse. It is important to find a solution to this issue as it affects health and daily life. Conclusion: we suggest creating awareness about water conservation and the importance of safe drinking water. Affordable water filters can be introduced for poor families. Local authorities should be approached to improve the water supply system. Reported by, the name of the reporter,
Student Reporter Class 10A, date 22nd June 2025. ഇതൊരു മോഡലാക്കിക്കൊണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് സർവേ റിപ്പോർട്ടുകൾ തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ്, സെമിനാർ റിപ്പോർട്ട്. ഒരു സെമിനാർ റിപ്പോർട്ടും സർവേ റിപ്പോർട്ട് പോലെ തന്നെയാണ്. ആദ്യം അനുയോജ്യമായ ടൈറ്റിൽ നൽകുക. സെമിനാർ സംഘടിപ്പിച്ചത് ഏത് വിഷയത്തെക്കുറിച്ചാണോ അത് തന്നെ റിപ്പോർട്ടിനും ടൈറ്റിലായി നൽകുക. ന്യൂ സ്റ്റാർട്ടപ്സ് ഫോർ എ ന്യൂ കേരള. Introduction. We, the class 10 students of ABC School, Kannur, organized a seminar on new startups for a new Kerala on 20th June 2025. The aim of the seminar was to explore the role of startups in building a better and self-reliant Kerala. We invited experts from organizations like Kerala Startup Mission to guide and motivate us. Participants. The seminar was attended by our principal, teachers, and invited guests and all students of our class. Experts from Kerala Startup Mission and young entrepreneurs also participated. Program. The seminar began with a welcome speech by our class leader. The chief guest from Kerala Startup Mission spoke about the importance of innovation and startups for solving social problems and creating jobs. Each group from our class presented their papers during the seminar. The papers include many innovative ideas such as affordable water purification systems for rural areas, mobile health checkup units for the elderly, low-cost online learning platforms for children with disabilities, etc. The experts appreciated our ideas and gave valuable suggestions to improve them. Interactive session. The interactive session was very informative. The experts explained how students can develop entrepreneurial skills and use startups to solve real-life problems. They encouraged us to think creatively and use technology to bring positive changes in Kerala. Conclusion. The seminar was a great success. It made us realize the importance of startups in shaping the future of Kerala. We understood that education is not just for jobs, but also for finding solutions to social problems. The seminar encouraged all of us to think like future entrepreneurs. Reported by, the name of the reporter, Student Reporter, Class 10B, ABC School, Kannur, date 22nd June 2025. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വരും എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.